ആദ്യം തന്നെ ഞാൻ നിങ്ങളൊരു ചോദ്യം ചോദിക്കാം. ഇതിനുള്ള ഉത്തരം ഈ ഒരു വീഡിയോ കണ്ട് ഏറ്റവും അവസാനം നിങ്ങൾ എന്താ കമൻറ്റ് ചെയ്യുക. ചോദ്യം ഇതാണ്: ക്യാൻ മണി ബൈ ഹാപ്പിനെസ്? നമുക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങാനാണ് പൊതുവെ നമ്മൾ പൈസ യൂസ് ചെയ്യാറ്. അതിന് പുറമെ നമുക്ക് പൈസ കൊടുത്താൽ കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ ദാറ്റ്സ് അവർ ടുഡേയ്സ് വീഡിയോ, 10 things that money can buy. വെൽക്കം ടു പാപ്പ് വിത്ത് NS. അൻകൂർ വാരിക്കു അദ്ദേഹത്തിൻ്റെ മേക്ക് എപ്പിക് മണി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പുസ്തകത്തിലാണ് ഈ ഒരു 10 കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു പുസ്തകത്തിൻ്റെ റിവ്യൂ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, എല്ലാവരും ഒന്ന് പോയി കാണാം. സോ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള 10 കാര്യങ്ങളാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അതിലെ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് പീസ് ഓഫ് മൈൻഡ് ആണ്. പീസ് ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മളെ മാസം ഫസ്റ്റ് അല്ലെങ്കിൽ മാസം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും, ഒട്ടുമിക്ക ആൾക്കാർക്കും നല്ലൊരു ടെൻഷൻ വരുന്ന സമയമാണ്. കാരണം എന്താ, ആ സമയത്താണ് നമ്മളെ ബൈക്കിൻ്റെ അല്ലെങ്കിൽ കാറിൻ്റെ EMIs വരുന്നത്, നമ്മളെ വീടിൻ്റെ EMIs വരുന്നത്, നമ്മളെ ലോണിൻ്റെ അടവ് വരുന്നത്, നമ്മൾ എന്തെങ്കിലും ട്യൂഷൻ ഫീസോ കാര്യങ്ങൾ വരുന്നത്. ഇങ്ങനെയുള്ള എല്ലാ അടവുകളും എക്സ്പെൻസുകളും കാര്യങ്ങളും ഏറ്റവും കൂടുതൽ വരുന്ന സമയമാണത് നമ്മളെ മന്ത് ഫസ്റ്റ് എന്ന് പറയുന്നത്. ആ സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അത് എക്സ്പീരിയൻസ് ചെയ്തവർക്ക് മനസ്സിലാവും. ആ അടവുകളൊക്കെ അടച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പീസ് ഓഫ് മൈൻഡ് ഉണ്ട്. ആ അടവുകൾ മൊത്തം അടച്ചു കഴിഞ്ഞാൽ ഓക്കെ, നമ്മളെല്ലാ അടവുകളും കഴിഞ്ഞു എന്നുള്ള കിട്ടുന്ന ഒരു പീസ് ഓഫ് മൈൻഡ് ഉണ്ടല്ലോ, അതാണ് ഇദ്ദേഹം എന്ത് പറയുന്നത്, ആദ്യമായിട്ട് പറഞ്ഞില്ല പീസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യമാണ് ഹെൽത്ത്. നമ്മളെല്ലാ ആൾക്കാരും വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒന്ന് തന്നെയാണ് എന്ത്, ഹെൽത്ത് എന്ന് പറയുന്നത്. ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പണം കൊടുത്താൽ വാങ്ങാൻ പറ്റും. അതായത് നമുക്ക് നല്ലൊരു ജിം മെമ്പർഷിപ്പ്, അല്ലെങ്കിൽ നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ്, നല്ല ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റ്, ഇതൊക്കെ നമുക്ക് എന്താക്കാൻ പറ്റും, കൂടുതൽ പൈസ നമ്മുടെ അടുത്തുണ്ടെങ്കിൽ അല്ലെങ്കിൽ പൈസ കൊടുത്ത് നമുക്ക് കിട്ടുന്ന സാധനങ്ങളാണ്. സോ രണ്ടാമത്തതാണ് എന്ത്, ഹെൽത്ത് എന്ന് പറയും. മൂന്നാമതാണ് ക്വാളിറ്റി ഫുഡ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇന്ന് നമ്മളെ മാർക്കറ്റിൽ കിട്ടുന്ന ഫുഡ് പ്രൊഡക്ട്സിനേക്കാൾ കുറച്ചും കൂടി റേറ്റ് കൂടുതലാണെന്ത്, ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങുന്ന സമയത്ത് അല്ലേ. നമ്മളിന്ന് മാർക്കറ്റിൽ പോയിട്ട് ഒരു നോർമൽ നമ്മളെ മാർക്കറ്റിൽ കിട്ടുന്ന തക്കാളി വാങ്ങുന്നതും ഓർഗാനിക് ആയിട്ട് ഉണ്ടാക്കി വാങ്ങുന്ന തക്കാളിയും രണ്ട് റേറ്റ് ആണ്. കാരണം എന്താ, ഇതിന് ക്വാളിറ്റി കൂടുതലാണ്. ഇങ്ങനെ ക്വാളിറ്റി കൂടുതലുള്ള സാധനങ്ങൾ, ന്യൂട്രീഷ്യൻസ് കൂടുതലുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങുന്ന സമയത്ത് നമ്മൾ എന്താക്കേണ്ടി വരും, കൂടുതൽ പൈസ അതിനുവേണ്ടി ചിലവാക്കേണ്ടി വരും. സോ നമ്മുടെ അടുത്ത് പൈസ ഇടാൻ നമുക്ക് അഫോർഡബിൾ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മുടെ പൈസ ഇടാൻ നമുക്ക് കുഴപ്പമില്ല, നമ്മുടെ അടുത്ത് ഒരുപാട് പൈസ ഉണ്ട് അല്ലെങ്കിൽ പണം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താക്കാൻ പറ്റും, ക്വാളിറ്റി ഫുഡുകൾ ഉണ്ടാക്കാൻ പറ്റും, അഫോർഡ് ചെയ്യാം. നാലാമത്തതാണ് സേഫ്റ്റി. ഒന്ന് ആലോചിച്ച് നോക്കാം, നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള അല്ലെങ്കിൽ നല്ല സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരു വീട് വെക്കാൻ ഉള്ളതിനേക്കാൾ റേറ്റ് കുറവായിരിക്കുന്നത് നോർമലി കുറച്ച് ഉള്ളോട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ വീട് വെക്കുക എന്ന് പറയുന്നത്. കാരണം എന്താ, അവിടെ സ്ഥലത്തിന് എന്തായിരിക്കും റേറ്റ് കുറവായിരിക്കും. നമുക്ക് കൂടുതൽ സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ എന്തായിരിക്കും കൂടുതൽ പ്രൈസ് കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ഇപ്പോൾ എനിക്ക് എന്താക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ബസ്സിലും യാത്ര ചെയ്യാം, ഓട്ടോറിക്ഷയിലും യാത്ര ചെയ്യാം, അല്ലെങ്കിൽ ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി കാർ എനിക്ക് സ്വന്തമായിട്ട് വാങ്ങിയിട്ട് എന്താക്കാം, അതിൽ യാത്ര ചെയ്യാം. ഏതിലാണ് കൂടുതൽ സേഫ്റ്റി വരുന്നത്? ഓഫ് കോഴ്സ് നമ്മളെ കാറിലാണല്ലേ. സോ കാറിൽ പോകുന്ന സമയത്ത് അവിടെ കൂടുതൽ പൈസ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സമയത്ത് അവിടെ എന്ത് കിട്ടുന്നുണ്ട്, നമുക്ക് സേഫ്റ്റി അവിടെ കൂടുന്നുണ്ട്. നമ്മുടെ ലൈഫിൽ എന്ത് കൂടുന്നുണ്ട്, സേഫ്റ്റി കൂടുന്നുണ്ട്. സോ അതാണ് ഇത് നാലാമതായിട്ട് ഇദ്ദേഹം പറയുന്നത്. അഞ്ചാമത്തെ കാര്യം എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ് എന്ത്, ഓപ്ഷൻസ്. അതായത് നമ്മളെ കയ്യിൽ പൈസ വരുന്ന അല്ലെങ്കിൽ പണം വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു കാര്യമാണത് ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ട്രാവൽ ചെയ്യണം. ഓക്കെ, എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്താക്കും, ലോകത്തിൽ എവിടേക്ക് വേണമെങ്കിലും ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഓപ്ഷൻസ് ഓപ്പൺ ആയി വരുന്നുണ്ട്. നേരെ കുറച്ച് എൻ്റെ കയ്യിൽ പൈസ ഇല്ലാന്നുണ്ടെങ്കിലോ ചിലപ്പോൾ നിയർ ബൈ ആയിട്ടുള്ള എവിടേക്കും പോകും, അല്ലെങ്കിൽ എനിക്ക് പുറത്തേക്ക് രാജ്യത്തേക്ക് ട്രാവൽ ചെയ്യാൻ അത്രയും ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്താക്കും, തൊട്ടടുത്തുള്ള ഏതെങ്കിലും കൺട്രീസിലേക്ക് പോകും. ഇവിടെയൊക്കെ എന്തായിരിക്കും, റേറ്റ് കുറവായിരിക്കും. എൻ്റെ അടുത്ത് പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എന്താക്കാം, ലോകത്ത് എവിടേക്കും എന്ത് വരുന്നുണ്ട്, ഓപ്ഷൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്കിപ്പോൾ ഒരു കാറ് വാങ്ങണം, ചിലപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന കാറിന് അത്രയും റേറ്റ് ഉണ്ടാവും. ചിലപ്പോൾ എനിക്ക് എൻ്റെ അടുത്ത് പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം എൻ്റെ ഓപ്ഷൻസ് അവിടെ കുറയാണ്. നേരെ മറിച്ച് എൻ്റെ അടുത്ത് അത്രയും പൈസ ഉണ്ട്, പണം എൻ്റെ അടുത്ത് അത്രയും ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഏത് കാർ വേണമെങ്കിലും എടുക്കാൻ പറ്റും. ഓപ്ഷൻസ് എനിക്ക് ഒരുപാട് കിട്ടുന്നുണ്ട്. എനിക്ക് പഠിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നല്ല കൺട്രീസിൽ പോയിട്ട് പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ കുറച്ച് പൈസ കൊണ്ടുള്ള ചെറിയ ചെറിയ കൺട്രീസിൽ പഠിക്കാൻ പോകാൻ പറ്റും. ഇങ്ങനെ ക്യാഷ് നമ്മളെ കയ്യിൽ വരുന്ന സമയത്ത് അല്ലെങ്കിൽ മണി നമ്മളെ കയ്യിൽ വരുന്ന സമയത്ത് നമുക്ക് എന്ത് കൂടുന്നുണ്ട്, അവിടെ ഓപ്ഷൻസ് നമ്മുടെ ലൈഫിൽ കൂടുന്നുണ്ട്. രണ്ടാമത്തതാണ് കംഫർട്ട്. കംഫർട്ട് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ അടുത്ത് പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരുപാട് മെറ്റീരിയൽസും സാധനങ്ങളും വാങ്ങാൻ പറ്റും. ഏറ്റവും ചെറിയ എക്സാമ്പിൾ ആയിട്ട് കൂട്ടിയോ, നമ്മൾ ഉറങ്ങുന്ന മാട്രസ്. നമ്മുടെ അടുത്ത് നോർമൽ പൈസ ഇല്ലാത്തൊരു ആവറേജ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം, ഒരു നോർമൽ മാട്രസ് വാങ്ങാം. നമ്മുടെ ലൈഫിൽ ഒരു 30% നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് നമ്മൾ ഉറങ്ങുന്ന കിടക്കാന്ന് പറഞ്ഞാൽ അല്ലേ. സോ അതിന് നമുക്ക് പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി മാട്രസ് വാങ്ങാൻ പറ്റും, അത്രയും ക്വാളിറ്റി ഉള്ള മാട്രസ് വാങ്ങാൻ പറ്റും. അത് നമുക്ക് എന്ത് വരും, കൂടുതൽ കംഫർട്ട് വരും. സോ നമുക്ക് കൂടുതൽ നമുക്കൊരു കാർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്വാളിറ്റി ഉള്ള കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള കാർ എടുക്കാൻ പറ്റും പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ. സോ പൈസ വരുന്ന സമയത്ത് നമ്മുടെ ലൈഫിൽ എന്ത് കൂടുന്നുണ്ട്, അവിടെ കംഫർട്ടും കൂടുന്നുണ്ട്. നെക്സ്റ്റ് ആണ് കറേജ്. ഏഴാമത്താണ് എന്ത്, കറേജ്. കറേജ് എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. 2 വ്യക്തികളുണ്ട്. ഒരാളടുത്ത് എന്തില്ല, പൈസൻ്റെ ബാക്കപ്പോ കാര്യങ്ങളൊന്നുമില്ല. വേറൊരാളടുത്ത് എന്തുണ്ട്, പൈസൻ്റെ ബാക്കപ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു വ്യക്തി രണ്ടാൾക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. രണ്ടാൾക്കാർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൽ ആർക്കാണ് കൂടുതൽ ധൈര്യം ഉണ്ടാവുക?
ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ പൈസ ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഇവൻക്ക് ഇത് എങ്ങനെങ്കിലും ചെയ്ത് എന്തെങ്കിലും ആക്കിയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത്രയും ടെൻഷനും കാര്യങ്ങളും കൂടെ ഉണ്ടാവും. ഇവൻ്റെ അടുത്ത് എന്തൊരു പ്രശ്നം വന്നാലും ബാക്കിൽ പൈസ ബാക്കപ്പ് ചെയ്യാൻ ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഇവൻ്റെ കയ്യിൽ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവൻക്ക് എന്ത് പ്രശ്നമില്ല, ആ ഒരു ടെൻഷനോ കാര്യങ്ങളില്ല, ധൈര്യമായിട്ട് എന്താക്കാൻ പറ്റും, അതിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റും. ഇവൻക്ക് എന്തുണ്ടാവില്ല, ആ ഒരു 100% കറേജ് എടുത്തിട്ട് എന്താക്കാൻ പറ്റില്ല, അതിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. സോ നമ്മുടെ അടുത്ത് പൈസ വരുന്ന സമയത്ത് നമുക്ക് എന്തോ അവിടെ വരുന്നുണ്ട്, കറേജ് നമ്മുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. നെക്സ്റ്റ് ആണ് ഹാപ്പി ഫാമിലി. ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളൊരു ദിവസം പെട്ടെന്ന് ഒരു സൺഡേ എന്താക്കുകയാണ്, എല്ലാവരും ഇങ്ങനെ ചുറ്റും ഇരിക്കുകയാണ് അല്ലെങ്കിൽ കൂടിയിരിക്കുകയാണ്. ആ സമയത്ത് നിങ്ങളെ പാരൻസിനോട് പറയുകയാണ്, നമുക്ക് നാളെ പോയിട്ട് ഒരു കാർ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് നാളെ പോയിട്ട് ഒരു സ്ഥലം വാങ്ങാം, അല്ലെങ്കിൽ നമ്മൾ നാളെ എന്താക്കാം, അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് എന്താക്കാം, ഒരു വെക്കേഷന് പോവാം. ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് അവർക്ക് സർപ്രൈസുകൾ കൊടുത്ത് അവരെ ഹാപ്പി ആക്കാനായാലും, അവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റുകൾ കൊടുത്ത് അവരെ ഹാപ്പി ആക്കാനായാലും, ഇതൊക്കെ നമ്മുടെ പൈസ വരുന്ന സമയത്ത് നമുക്ക് എന്താക്കാൻ പറ്റും, ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് നമ്മളടുത്ത് പൈസ ഇല്ലാന്നുണ്ടെങ്കിലോ, ഇല്ല നമുക്ക് പൈസ കിട്ടുന്ന സമയത്ത് എന്തെങ്കിലും കൊടുക്കാം, ഇങ്ങനെയുള്ള മൈൻഡ് സെറ്റ് നമ്മളിലേക്ക് വരും. നമ്മളെ കയ്യിൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത്രയും നല്ല പണം കാശ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ എപ്പോഴും എന്താക്കാൻ പറ്റും, ഹാപ്പി ആക്കാൻ പറ്റും. ഇതാണ് ഇദ്ദേഹം അടുത്തതായിട്ട് പറയുന്നത്. 9ാമത്തതാണ് എക്സ്പീരിയൻസ്. നമ്മുടെ അടുത്ത് പൈസ വരുന്ന സമയത്ത് നോർമലി നമ്മൾ എന്താക്കും, ഒരുപാട് ട്രാവൽ ചെയ്യും, ഒരുപാട് കാര്യങ്ങൾ ചെയ്യും അല്ലേ. അവിടെയൊക്കെ നമുക്ക് എന്താ കിട്ടുന്നത്, എക്സ്പീരിയൻസുകൾ കിട്ടുന്നുണ്ട്. നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോൾ അവിടെ നിന്നുള്ള ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടും. നമ്മളടുത്ത് പൈസ ഇല്ല, നമ്മൾ ട്രാവൽ ചെയ്യും, ഇല്ല ഇവിടെ ഒതുങ്ങി കൂടി പോകും. നേരെ മറിച്ച് നമ്മളടുത്ത് പൈസ ഉണ്ടാകുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും ട്രാവൽ ചെയ്യും, നമ്മൾ പല സ്ഥലങ്ങളിലേക്ക് പോകുന്ന പല അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് കാര്യങ്ങൾ ചെയ്യും. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിലേക്ക് എന്താ വരുന്നത്, ഒരുപാട് എക്സ്പീരിയൻസുകൾ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ. സോ ഇങ്ങനെ നമുക്ക് പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് എക്സ്പീരിയൻസുകൾ നമ്മുടെ ലൈഫിലേക്ക് എന്താക്കാൻ പറ്റും, നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ആൻഡ് അവസാനത്തെ 10ാമത്തതാണ് ഫ്രീഡം. ഈ ഒരു 9 കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ഏകദേശം നമ്മൾ എന്തായിട്ടുണ്ടാവും, ലൈഫിൽ ഫ്രീ ആയിട്ടുണ്ടാവും. നമുക്ക് ലൈഫിൽ ഫ്രീഡത്തോടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ അടുത്ത് ഫണ്ട് ഉണ്ട്, നമ്മൾ അവിടെ ഫണ്ട് ഇല്ല അല്ലെങ്കിൽ പൈസ ഇല്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ചവിട്ടി താഴ്ത്ത അല്ലെങ്കിൽ നമ്മൾ ഒതുങ്ങിപ്പോകുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എന്തുണ്ടാവില്ല, പൈസ വരുന്ന സമയത്ത് നമ്മുടെ ലൈഫിൽ ഉണ്ടാവില്ല. നമ്മൾ ഒരുപാട് ഫ്രീ ആവും, നമുക്ക് ഒരുപാട് ഫ്രീഡം കിട്ടുന്നുണ്ട്. എനിക്കറിയാം ഇതിൽ 10 കാര്യങ്ങൾ പലതും നമുക്ക് ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങൾ ഉണ്ടാകും. എനിവേസ് ഇത് ഞാൻ പറഞ്ഞല്ല, നമ്മുടെ ഒരു ബുക്കിൽ അൻകൂർ വാരിക് പറഞ്ഞിട്ടുള്ള 10 കാര്യങ്ങളാണ്. ഈ ഒരു 10 കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരൊറ്റ കാര്യമുള്ളൂ, വർക്ക് ഹാർഡ് വർക്ക് ചെയ്തോ, നമുക്ക് എന്തായാലും അതിനുള്ള റിസൾട്ട് കിട്ടിയിരിക്കും. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ബുക്കിൻ്റെ റിവ്യൂ നമ്മുടെ ചാനൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു ബുക്കിൻ്റെ വാങ്ങാനുള്ള ലിങ്കും താഴത്തെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അത് ക്ലിക്ക് ചെയ്തിട്ട് എന്താക്കുക, ഈ ഒരു പുസ്തകം വാങ്ങി വായിക്കുക. ഓക്കെ, സോ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ഡു സബ്സ്ക്രൈബ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.